التمسك بالأثر نجاه. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ചിട്ടയും ക്രമവുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മനുഷ്യർക്ക് നൽകുന്ന ഖൈറുകൾ, അവരെ ബാധിക്കുന്ന ഷർറുകൾ, ഇതിനെല്ലാം ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചില പ്രവർത്തികളുടെ മേലാണ് അതിനെ അള്ളാഹു തർത്തീബ് ചെയ്തത്, സംവിധാനിച്ചത് എന്ന് പറഞ്ഞു. അതിനുള്ള കുറേയധികം തെളിവുകളും ഇമാം അവറുകൾ കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം അതിന്റെ കാരണം മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, സൽപ്രവർത്തികൾ അധികരിപ്പിക്കണം, അത് മുഖേനയാണ് അവന് നന്മ ലഭിക്കുന്നത് എന്നുള്ള സന്ദേശം നൽകാനാണ്. അതേ പ്രകാരം തന്നെ തിന്മകൾ വെടിയണം, തിന്മകൾ വെടിഞ്ഞില്ല, തിന്മകളിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് മുഖേന അവന്റെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, ഷർറുകൾ ബാധിക്കും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇമാം അവറുകൾ പറഞ്ഞത്, ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമായും അവൻ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകുന്നത്. അതിൽ ഒന്ന്, ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നന്മകൾ ലഭിക്കുന്നത്, നന്മയുടെ വഴികൾ ഏതെല്ലാമാണ്, അതേപ്രകാരം തിന്മയുടെ മാർഗങ്ങൾ ഏതെല്ലാമാണ്, അതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതേപ്രകാരം ചരിത്രത്തിലുള്ളതായ പാഠങ്ങളും നിങ്ങൾക്ക് അവലംബിക്കാം എന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ എല്ലാവിധ ഖൈറുകളും അതിലേക്കുള്ള വഴികളും എല്ലാവിധ ഷർറുകളും അതിലേക്കുള്ള വഴികളും എല്ലാം വിശദീകരിച്ചു നൽകുന്നുണ്ട്. ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടതായിട്ട് കാണുവാനും സാധിക്കും എന്നാണ് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യമായിട്ട്. രണ്ടാമത്തെ കാര്യമായിട്ട് ഇമാം അവറുകൾ പറഞ്ഞത്, ചില ചതിക്കുഴികളുണ്ട്. മനുഷ്യൻ വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട ചില ചതിക്കുഴികൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും ഈ ഒരു ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മനുഷ്യർക്കറിയാം തിന്മകൾ മനുഷ്യനെ വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും എന്നുള്ളത്. അത് മനുഷ്യൻ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമില്ലാതെ തിന്മകളിലാണ് ജീവിക്കുന്നത് എങ്കിൽ അതവനെ അപകടത്തിലാക്കും എന്നുള്ള ബോധം മനുഷ്യനുണ്ട്. പക്ഷെ ചില ചതിക്കുഴികളിൽ അവൻ പെട്ടിരിക്കുകയാണ്. അതിന്റെ ചില കാരണങ്ങൾ ഇമാം അവറുകൾ എണ്ണി പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയിലും മാത്രം അവലംബിക്കലാണ് അതിലൊന്നെന്ന് പറഞ്ഞു. അതായത് അള്ളാഹു ധാരാളമായിട്ട് പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ് എന്ന ഒരു ബോധം അവനെ ചതിയിൽ ആകപ്പെടുത്തിയിട്ടുണ്ട്, വഞ്ചിതനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപ്രകാരം തന്നെ ചിലപ്പോ തൗബ അവൻ പിന്തിക്കുന്നത് മുഖേന, അതല്ലെങ്കിൽ വെറുതെ നാവുകൊണ്ട് ഇസ്തിഗ്ഫാർ പറയുന്നത് മുഖേന, അതല്ലെങ്കിൽ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിനോടൊപ്പം ചില മൻദൂബാത്തുകൾ സുനനുകളായ കാര്യങ്ങൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ തനിക്ക് നല്ല ഇൽമുണ്ട് എന്നുള്ള ബോധം, ആ ഇൽമ തന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളതായ തോന്നല്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ആണ് എന്നുള്ള നിലയിൽ തെളിവ് പിടിക്കൽ. പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരെങ്കിലും ചോദിച്ചാൽ പറയും അത് അള്ളാഹു ഖദറാക്കിയതാണ് എന്ന് പറയും. അതല്ല എങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും താരതമ്യം ചെയ്തുകൊണ്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എല്ലാ ആളുകളും ഇങ്ങനെ ചെയ്യുന്നില്ലേ, സമൂഹത്തിൽ എല്ലാവരും ഇങ്ങനെയല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, അതില്ലെങ്കിൽ സമൂഹത്തിലെ ചില ഉന്നതരായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളെ വച്ച് തെളിവ് പിടിച്ചിട്ട് തിന്മകൾ ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും അവൻ അപകടത്തിൽപ്പെടുത്തലുണ്ട്. ഇതിനെയാണ്
ഇമാം അവറുകൾ ഇനി വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു, വകസീറും മിനൻ നാസി യദുന്നു അന്നഹു ലൗ ഫഅല മാ ഫഅല സുമ്മ ഖാൽ അസ്തഗ്ഫിറുല്ലാഹ്. ധാരാളം ആളുകൾ ധരിച്ചിരിക്കുന്നത്, അവരുടെ ഊഹം എന്താണെന്ന് വെച്ചാൽ, ലൗ ഫഅല മാ ഫഅൽ, അവൻ എന്തെങ്കിലും പ്രവർത്തികളെല്ലാം പ്രവർത്തിച്ചാൽ, അതായത് നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നു, തിന്മകളിലൂടെ നടക്കുന്നു, അതിനുശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാവ് കൊണ്ട് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ സാല അസറു ദുനൂബ്, ആ പാപങ്ങളുടെ പ്രത്യാഘാതങ്ങളെല്ലാം എന്ത് ചെയ്തു, നീങ്ങിപ്പോയി. വറാഹ ഹാദാ ബിഹാദാ, ഇതുകൊണ്ട് ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയൽ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, റാഹത്തിലായി, കുഴപ്പങ്ങളൊന്നുമില്ലാതെയായി എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അതിന് ഹൃദയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാപങ്ങൾ ചെയ്യും, വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ തീർന്നു എന്നാണ് അവരുടെ ധാരണ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിനോട് കൂടെ തന്നെ അതിനെ ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ചെയ്യുന്ന പാപത്തിൽ നിന്ന് അവൻ പിന്തിരിയേണ്ടതുണ്ട്. അള്ളാഹു ആ തൗബയെ സ്വീകരിക്കണമെങ്കിൽ പറയപ്പെട്ടിരിക്കുന്ന നിബന്ധനകൾ അവൻ പാലിക്കേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവൻ ചെയ്തിരിക്കുന്ന തിന്മ എന്ത് ചെയ്യും, മാഞ്ഞു പോകും എന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. അതിനുശേഷം ഇമാം പറഞ്ഞു, വഖാല ലി റജുലുൻ മിനൽ മുൻതസിബീന ഇലൽ ഫിഖ്, ഫിഖഹിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അതായത് ഒരു ഫഖീഹ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അന അഫ്അലു മാ അഫ്അലു സുമ്മ അഖൂൽ, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കും, അതായത് ചില തിന്മകളെല്ലാം ഞാൻ ചെയ്യും, അതിനുശേഷം ഞാൻ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ എന്ന് പറയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ഞാൻ പറയും. വഖദ് ഗുഫിറ ദാലിക അജ്മഉ, അത് മുഖേന ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, പൊറുക്കപ്പെടും എന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഏതുപോലെ കമാ സഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ഫീ യൗമിൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ ഹുത്തത് അൻഹു ഖതായ, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടുന്നതാണ്. വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, അത് സമുദ്രത്തിലെ നുരകളോളം ഉണ്ടെങ്കിലും അത് മായ്ച്ചു കളയപ്പെടുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവന്റെ ധാരണ തിന്മകൾ ഏതും ചെയ്യാം, ഏത് ഹറാമുകളും ചെയ്യാം, ഹറാമുകൾ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇതങ്ങട് പറഞ്ഞാല് അതിനോടുകൂടി എല്ലാം തീർന്നു. അവൻ ആ ഹറാമ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് അവൻ തൗബ ചെയ്യുന്നില്ല, അതായത് ചെയ്യുന്ന തിന്മകളിൽ നിന്ന് അവൻ പിന്തിരിയുന്നില്ല, ഖേദം അവനില്ല, അവൻ ആ തിന്മയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്താൽ മതി, പാപങ്ങളൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്താൽ മതി, ഇത് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം റാഹത്തിലായി എന്നാണ് അവന്റെ ധാരണ. അതിനുശേഷം വീണ്ടും ഇമാം അവറുകൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അദ്കാർ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ധാരാളം ത്വാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ കൂട്ടം ആളുകൾ ഈ ഹദീസിനെ കൊണ്ട് തെളിവ് പിടിക്കുന്നത് എന്തിനാണ്, പാപങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പാപങ്ങൾ എത്ര അധികരിപ്പിച്ചാലും പ്രശ്നമില്ല എന്നുള്ളതിനാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഹദീസിനെ തെളിവ് പിടിക്കുന്നത്. വീണ്ടും ഇമാം അവറുകൾ പറഞ്ഞു, വഖാല ലി ആഖറു മിൻ അഹ്ലി മക്ക, മക്കയിലുള്ള മറ്റൊരാൾ എന്നോട് പറഞ്ഞു, നഹ്നു ഇദാ ഫഅല അഹദുനാ മാ ഫഅൽ, ഞങ്ങളിലുള്ള ഒരാൾ ഒരു തിന്മ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇഗ്തസല വതാഫ ബിൽ ബൈത്തി ഉസ്ബുഅ, അവൻ കുളിച്ചതിന് ശേഷം കഅബയിൽ പോയി 7 പ്രാവശ്യം തവാഫ് ചെയ്യും. വഖദ് മുഹിയ അൻഹു ദാലിക്, അത് മുഖേന ആ പാപങ്ങൾ എന്ത് ചെയ്യും, മായ്ക്കപ്പെടും എന്ന് മക്കയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്. അപ്പൊ അവന്റെയും ധാരണ എന്താണ്, തിന്മകൾ ചെയ്യാം, തവാഫ് ചെയ്ത് കഴിയുമ്പോൾ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അവന് വിടുതി നൽകും എന്നുള്ളതാണ്. വീണ്ടും ഇമാം അവറുകൾ പറഞ്ഞു, വഖാല ലി ആഖറുൻ, മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഖദ് സഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു, നബി പറഞ്ഞു, അദ്നബ അബ്ദുൻ ദൻബ, ഒരടിമ ഒരു പാപം ചെയ്തു. ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, ഐ റബ്ബി, എന്റെ റബ്ബേ, ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർ ലീ, ഞാനൊരു പാപം ചെയ്തു പോയി, അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ.
ഫഗഫറ ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുത്തു. സുമ്മ മകസ മാ ഷാ അല്ലാഹ്, പിന്നീട് അല്ലാഹു ഉദ്ദേശിച്ച കാലം അത്രയും അവൻ ജീവിച്ചു തിന്മകളില്ലാതെ. സുമ്മ അദ്നബ ദംബൻ ആഖർ, അതിനുശേഷം പിന്നീട് വീണ്ടും അവൻ മറ്റൊരു തിന്മ ചെയ്തു. ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, റബ്ബി ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർലി, റബ്ബേ ഞാനൊരു പാപത്തിലകപ്പെട്ടിരിക്കുന്നു, എനിക്ക് നീ പുറത്തു തരണമേ. ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തു. സുമ്മ മകസ മാ ഷാ അല്ലാഹ് സുമ്മ അദ്നബ ദംബൻ, ഇതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ എന്ത് ചെയ്തു, ഒരു പാപം ചെയ്തു. ഫഖാൽ ഐ റബ്ബി അസബ്തു ദംബൻ ഫഗ്ഫിർലി, എന്റെ റബ്ബേ ഞാനൊരു പാപത്തിലകപ്പെട്ടു, എനിക്ക് നീ പുറത്തു തരണമേ. ഫഖാല അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ, എന്റെ അടിമ അവന് നല്ല ബോധ്യമുണ്ട്, അവനൊരു റബ്ബുണ്ടെന്നുള്ള ബോധ്യം അവനുണ്ട്. യഗ്ഫിറു ദംബ, ആ റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവനാണെന്നുള്ള ബോധം അവനുണ്ട്. വയഅഖുദു ബിഹി, അവനെ കൈപിടിച്ചുയർത്തും എന്നുള്ളതായ ബോധം അവനുണ്ട്, അതല്ലെങ്കിൽ അവനെ ശിക്ഷിക്കും എന്നുള്ള ബോധം അവനുണ്ട്. ഖദ് ഗഫർതു ലിഅബ്ദി, അതുകൊണ്ട് എന്റെ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഫൽയസ്നഅ മാ ഷാ, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ ഹദീസ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, വഅന ലാ അശുക്കു അന്ന ലി റബ്ബൻ, എനിക്കും യാതൊരു സംശയവുമില്ല, എന്താണ്, എനിക്കൊരു റബ്ബുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. യഗ്ഫിറു ദംബ വയഅഖുദു ബിഹി, അവൻ എന്ത് ചെയ്യും, പാപങ്ങൾ പൊറുക്കുന്നവനും നമ്മെ കൈപിടിച്ചുണർത്തുന്നവനുമാണ്, ഉയർത്തുന്നവനുമാണ്, തിന്മകളിൽ നിന്ന് മാറ്റുന്നവനുമാണ് എന്നുള്ള ബോധം എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് യാതൊരു സംശയവുമില്ല എനിക്കൊരു റബ്ബുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, പാപം ചെയ്തുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് വെച്ചിട്ട് ചില ആളുകൾ വാദിക്കും. യഥാർത്ഥത്തിൽ അതെന്താണ്, തെറ്റായ അവന്റെ ഫഹമാണ്, തെറ്റായ അവന്റെ ബോധ്യമാണ്. പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, പിന്മാറാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണിത്. അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങണം, അള്ളാഹു പുറത്തു തരുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യന്റെ ധാരണ എന്താണ്, എനിക്ക് അള്ളാഹു പുറത്തു തരും എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഏത് തിന്മയും ചെയ്യാം, തിന്മ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അവൻ ഇത് മുഖേന മനസ്സിലാക്കുന്നത്. വീണ്ടും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, വഹാദൽ ദർബു മിനൻ നാസി ഖദ് തഅല്ലഖ ബിനുസൂസിൻ മിനർ റജാ, ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവർ റജാഉമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം, അതേപ്രകാരം സുന്നത്തിലും ധാരാളം പ്രതീക്ഷകൾ നൽകുന്ന, ആഗ്രഹം ജനിപ്പിക്കുന്ന ആയാത്തുകളും ഹദീസുകളും എല്ലാം കാണാൻ സാധിക്കും. ഇതുമായിട്ട് അവൻ ബന്ധപ്പെടുന്നു. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയെ സംബന്ധിച്ച് പറയുന്ന ഇതുപോലുള്ളതായ ആയാത്തുകളെ മാത്രം എന്ത് ചെയ്യുന്നു, ഇവൻ മുറുകെ പിടിക്കുന്നു. വത്തക്കല അലൈഹ, എന്നിട്ട് അതിൽ മാത്രം അവൻ അവലംബിക്കുന്നു. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. വതഅല്ലഖ ബിഹാ കിൽതാ യദൈ, ഇരു കരങ്ങളും നീട്ടി അവൻ അതിനെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. വഇദാ ഊതിബ അലൽ ഖതായ വൽ ഇൻഹിമാകി ഫിഹാ, ആ മനുഷ്യനെ അവൻ ചെയ്യുന്ന പാപങ്ങളുടെ മേൽ ഉപദേശിക്കപ്പെട്ടാൽ, അവൻ ആക്ഷേപിക്കപ്പെട്ടാൽ, അവൻ ചെയ്യുന്ന പാപങ്ങളെ സംബന്ധിച്ച് അവനോട് ആക്ഷേപം പറഞ്ഞാൽ, അവൻ പാപങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോ അവനെ ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്നാൽ, സറദ ലക മാ യഹ്ഫദുഹു മിൻ സഅതി റഹ്മത്തില്ലാ വ മഗ്ഫിറതിഹി വ നുസൂസിർ റജാ, ഉടനെ തന്നെ അവൻ ധാരാളം ആയാത്തുകളും ഹദീസുകളും ഉദ്ധരിക്കാൻ തുടങ്ങും. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് അതിവിശാലമാണ്, അതിന്റെ വിശാലതയെ സംബന്ധിച്ച് അവൻ പറയാൻ തുടങ്ങും. അവന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ധാരാളം ഉദ്ധരണികൾ എന്ത് ചെയ്യും, അവൻ പറഞ്ഞു തരും. അവന്റെ ധാരണ എന്താണ്, പാപങ്ങളൊന്നും ചെയ്താൽ കുഴപ്പമില്ല, അവൻ അതിൽ മുഴുകി ജീവിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലിൽ ജുഹാലി മിൻ ഹാദൽ ദർബി മിനൻ നാസി ഫീ ഹാദൽ ബാബ്, ഈ പറയുന്ന ഈ ഒരു മസ്അലയിൽ, ഈ ഒരു വിഷയത്തിൽ ഇതേപോലുള്ളതായ ജനങ്ങളിൽ, ഇതേപോലുള്ള വിഡ്ഢികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഗറായിബു വ അജായിബ്, ധാരാളം അതിശയിപ്പിക്കുന്ന വളരെ വിചിത്രമായ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഡ്ഢികളായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഈ വിഷയത്തിൽ ധാരാളം വിചിത്രമായ കാര്യങ്ങളുണ്ട്. കഖൗലി ബഅദിഹിം, ചില ആളുകൾ പറയുന്നത് പോലെ, എന്താണ് പറയുന്നത്, വകസ്സിർ മസ്തതഅത മിനൽ ഖതായ, ഇവർ പറയും, നിങ്ങൾ പാപങ്ങൾ എത്രത്തോളം വേണമെങ്കിലും അധികരിപ്പിച്ചോ, വകസ്സിർ മസ്തതഅത മിനൽ ഖതായ, കഴിവിന്റെ പരമാവധി നിങ്ങൾ പാപങ്ങൾ ചെയ്തോ.
ഇദാ കാനൽ ഖുദൂം അലാ കരീമിൻ, കാരണം കരീമായ ഉദാരനായ ധാരാളം ഔദാര്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ അടുക്കലേക്കല്ലേ ചെല്ലുന്നത്. അതുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്താൽ കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും പാപം ചെയ്തോ എന്ന് ഈ വിഡ്ഢികളായ ചില ആളുകൾ വിചിത്രമായ ഇതുപോലുള്ള വാദങ്ങൾ പറയുന്നവരുണ്ട്. വഖൗലിൽ ആഖർ, മറ്റൊരാളുടെ വാക്ക് ഇങ്ങനെയാണ്, അത്തനസ്സുഹു മിനദ്ദുനൂബി ജഹ്ലുൻ ബിസഅത്തി അഫ്വില്ലാ, പാപങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്തി മാറി നിൽക്കുക എന്നുള്ളത്, പാപങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അതിവിശാലമായ വിട്ടുവീഴ്ചയെ സംബന്ധിച്ചുള്ള ജഹില് നിമിത്തമാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഒരാൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവനെന്താണ്? അവൻ വെറും ജാഹിലാണ്. അള്ളാഹു അഫുവുള്ളവനാണ്, അള്ളാഹു വിട്ടുവീഴ്ച നൽകുമെന്നതിനെ സംബന്ധിച്ച് അവനൊരു ബോധവുമില്ല എന്നാണ് ചില വിവരദോഷികളായ ആളുകൾ പറയുന്നത്. യഥാർത്ഥമാണ്, അള്ളാഹു അഫു ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചക്ക് അർഹനാകണമെങ്കിൽ അർഹതപ്പെട്ട കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ അള്ളാഹുവിന്റെ അഫു ലഭിക്കുകയുള്ളൂ. അതല്ലാതെ തിന്മകളിൽ എത്ര അധികം കാണിച്ചാലും എത്ര തിന്മകളിൽ മുഴുകി ജീവിച്ചാലും കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരും എന്നുള്ള ബോധത്തിൽ തിന്മ ചെയ്യുക എന്നുള്ളതല്ല അതിന് പരിഹാരം. വീണ്ടും പറഞ്ഞു, വഖാല അബൂ മുഹമ്മദ് ബിൻ ഹസ്മ് പറഞ്ഞു, റഅയ്തു ബഅള ഹഉലാഇ യഖൂലു ഫീ ദുആഇ, ഈ പറയപ്പെട്ട വിഭാഗത്തിലെ ചില ആളുകൾ അവരുടെ ദുആയിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഉസ്മ, അഊദു ബില്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഇസ്മത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, പാപങ്ങളൊന്നും ചെയ്യാതെ പാപസുരക്ഷിതനാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതായത് എന്നെന്ത് ചെയ്യണം? പാപം ചെയ്യിപ്പിക്കണേ എന്ന് പറയുന്നതിന് തുല്യമായി. പാപത്തിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നത് പ്രവാചകന്മാർ മാത്രമാണ്, അമ്പിയാക്കൾ മാത്രമാണ്. പക്ഷെ ഇവിടെ പാപം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന അജായിബായ വളരെ വിചിത്രമായ ആളുകളുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വമിൻ ഹഉലാഇൽ മഗ്റൂരീൻ, ഇങ്ങനെ വഞ്ചനയിൽ അകപ്പെട്ട ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മൻ യതഅല്ലഖു ബിമസ്അലത്തിൽ ജബ്ർ, ജബ്റിന്റെ മസ്അലകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അതായത് ജബ്രിയാക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അത് അവന്റെ ഇച്ഛ പ്രകാരം അവന്റെ സ്വയ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അങ്ങനെ ചെയ്യാൻ മനുഷ്യന് യാതൊരു അവകാശവുമില്ല. അവൻ ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അവന് സ്വതന്ത്രമായി യാതൊരു രീതിയിലുള്ള ഇച്ഛകളുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഓരോ പ്രവർത്തികളുടെയും സൃഷ്ടാവ്, ഖാലിഖ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അല്ലാഹു മനുഷ്യർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തെരഞ്ഞെടുക്കാനും അതേപ്രകാരം അവന് കാര്യങ്ങൾ ചെയ്യാനുള്ളതായ ഇച്ഛകൾ, ഉദ്ദേശിക്കാനുള്ള മഷീഅത്ത്, ഇതെല്ലാം അള്ളാഹു അവന് വകവെച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ വിഭാഗം ആളുകളുടെ വാദപ്രകാരം എന്താണ്? സകല പ്രവൃത്തിയും നിർബന്ധിതപൂർവം മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ള ധാരണയാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഈ വഞ്ചനയിൽ അകപ്പെട്ട ആളുകളാണ്. അവരുടെ വാദം എന്താണ്? അടിമയ്ക്ക്, ഒരു മനുഷ്യന് അവന് സ്വയമായി പ്രവർത്തിക്കാനോ തെരഞ്ഞെടുക്കാനോ ഉള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്നാണ് അവരുടെ വാദം. അവൻ ചെയ്യുന്ന പാപങ്ങളിലെല്ലാം അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മജ്ബൂറൻ നിലയിൽ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അവരുടെ വാദം. ജബ്രിയാക്കളുടെ വാദത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നതായ ചില ആളുകൾ ഇതിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, വമിൻ ഹഉലാഇ മൻ യഗ്തറു ബിമസ്അലത്തിൽ ഇർജാ, മുർജിയാക്കളുടെ മസ്അലയുമായി ബന്ധപ്പെട്ട് വഞ്ചനയിലകപ്പെട്ട, ചതിക്കുഴിയിലകപ്പെട്ട ചില ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. മുർജിയാക്കളുടെ വാദം എന്ന് പറഞ്ഞാൽ ഈമാൻ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം മതി. ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചു കഴിഞ്ഞ് ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മതി. പിന്നെ അവൻ എന്തൊരു പാപം ചെയ്താലും അതവന്റെ ഈമാനിന് യാതൊരു ദോഷവും ചെയ്യുകയില്ല എന്നുള്ളതാണ് അവരുടെ വാദം. വഇന്നൽ ഈമാന ഹുവ മുജറദു തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈമാനിലുള്ളൂ. ഈമാൻ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി, നാവ് കൊണ്ട് പറയുകയോ അതല്ല എങ്കിൽ നമ്മുടെ അമലുകളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. വൽ അഅമാല ലൈസത്ത് മിനൽ ഈമാൻ,
അമലുകൾ ഈമാനിൽ പെട്ടതല്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ വഈമാനു അഫ്സഖിൻ നാസി കഈമാനി ജിബ്രീൽ വ മീകായിൽ, മനുഷ്യരിലെ ഏറ്റവും തെമ്മാടിയായ ഒരു മനുഷ്യൻ, അവന്റെ ഈമാൻ ഏതുപോലെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാമിന്റെയും ഈമാൻ പോലെ തന്നെയാണെന്നാണ് ഇവരുടെ വാദം. അതായത് സകല തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസിയായ ഒരു മനുഷ്യന്റെ ഈമാനും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാനും ഒരേപോലെയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. ഒരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അവന്റെ ഈമാന് വർധനവുണ്ടാകും എന്നുള്ളതാണ് ഖുർആനും സുന്നത്തുമെല്ലാം സ്ഥാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ ഈമാനിന് കുറവ് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ വാദം എന്താണ്? വിശ്വസിച്ചാൽ മതി, എന്ത് തിന്മ ചെയ്താലും എന്തില്ല, ഒരു കുഴപ്പവുമില്ല എന്നുള്ള വാദത്തിന്റെ ആളുകളാണ് അവര്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വമിൻ ഹഉലാഇ മൻ യഗ്തറു ബിമഹബ്ബത്തിൽ ഫുഖറാഇ വൽ മശായിഖി വസ്സാലിഹീൻ. ഇങ്ങനെ വഞ്ചനയിൽ അകപ്പെട്ട ആളുകളിൽപ്പെട്ടവരാണ് ചില ആളുകൾ. അവർ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നത് സ്വാലിഹീങ്ങളെയും മശായിഖുമാരെയും ചില പുരോഹിതന്മാരെയും എല്ലാം സ്നേഹിക്കുന്നതിലൂടെയാണ്. അവരോടുള്ള സ്നേഹം മനസ്സിലുണ്ട് എങ്കിൽ പിന്നെ എന്തില്ല, നിർബന്ധ കാര്യങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ, അതല്ല എങ്കിൽ തിന്മകൾ എത്ര പ്രവർത്തിച്ചാലും ഇതൊന്നും എന്തില്ല, ഒരു കുഴപ്പമില്ല. സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ മതി, അമ്പിയാക്കളെ സ്നേഹിച്ചാൽ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്. ഒരു മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടുകൂടെ ആയിരിക്കുമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല ഹുബ്ബ് വെച്ച് പുലർത്തിയാൽ മതി, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ മതി, തിന്മ ചെയ്താലൊന്നും കുഴപ്പമില്ല, അതല്ലെങ്കിൽ നമസ്കരിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ചില ആളുകൾ ഉണ്ട്. എന്നിട്ട് അവർ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇവരുടെ കബറിടങ്ങളിലേക്കും ഇങ്ങനെ സ്ഥിരം അടിക്കടി പോയിക്കൊണ്ടേയിരിക്കും. അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവരുടെ കബറുകൾ, ജാരങ്ങൾ ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കും. അവിടെ വിനയപ്രകടനവും മറ്റു തോന്നിവാസങ്ങളെല്ലാം സകലതും അവർ ചെയ്യും. വൽ ഇസ്തിശ്ഫാഉ ബിഹിം, അവരെ കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ തേടും. ഞങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവരോട് അഭ്യർത്ഥിക്കുക. വത്തവസ്സുൽ ഇലല്ലാഹി ബിഹിം, അവരെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് തവസ്സുൽ തേടുക, ഇടതേടുക. വസുആലിഹി ബിഹഖ്ഹിം അലൈ, അവരുടെ ഹക്കിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. വഹുർമതിഹിം ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ള അവരുടെ ബഹുമാന്യതയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇതെല്ലാം ഷിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന, കുഫറിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം വിട്ടിട്ട് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ അവരോട് ദുആ ചെയ്യുന്ന, അതല്ലെങ്കിൽ അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആധുനിക യുഗത്തിൽ. അത് തനി ഷിർക്ക് തന്നെയാണ്. ഇതുപോലുള്ളതായ ഷിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്യും. ഇത് അവരകപ്പെട്ടിരിക്കുന്ന ഒരു വഞ്ചനയാണ്. അവർ കരുതുന്നത് എന്താണ്? അമ്പിയാക്കളെ സ്നേഹിച്ചാൽ മതി, ഔലിയാക്കളെ സ്നേഹിച്ചാൽ മതി, അത് മുഖേന എന്ത് ചെയ്യും? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും, തിന്മകൾ ചെയ്തു എന്നുള്ളതിനാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്ന ഈ വഞ്ചനയിലകപ്പെട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. വീണ്ടും ഇമാം അവർകൾ പറയുന്നു, വമിൻഹും മൻ യഗ്തറു ബിആബാഇഹി വഅസ്ലാഫി, അതിൽ ചില ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ പൂർവ പിതാക്കന്മാരുടെ കാര്യത്തെ സംബന്ധിച്ചാണ്. വഅന്നലഹും ഇൻദല്ലാഹി മകാനതൻ വസലാഹ, അതായത് അവരുടെ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ, സലഫുകളായ ആളുകൾ, അവർ സ്വലാഹിയത്തുള്ള, അവർ നല്ല ഇസ്ലാഹുള്ള, നല്ല നല്ല നന്മകൾ ചെയ്തിരിക്കുന്ന ആളുകളാണ് അവരുടെ പിതാക്കന്മാര്. അത് മുഖേന എന്താണ്? നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് അവരുടെ ധാരണ. അതിനും അവർക്ക് ചില ആധാരങ്ങളുണ്ട്. ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഏതൊരാളുകളാണോ വിശ്വാസം മുറുകെ പിടിക്കുന്നത്, അങ്ങനെ വിശ്വാസം മുറുകെ പിടിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ നാം അവരെ അവരുടെ സന്തതികളിലേക്ക് ചേർക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ മാതാപിതാക്കൾ സ്വലാഹിയത്തുള്ളവരാണ് എങ്കിൽ, നന്മയുള്ളവരാണെങ്കിൽ അത് അവരുടെ മക്കളിലേക്ക് വ്യാപിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വേറെ ചില ഹദീസുകളിലും ആയാത്തുകളിലുമെല്ലാം അതിന്റെ സൂചനകളുണ്ട്. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഉപ്പ നല്ല സ്വലാഹിയത്തുള്ള ആളായിരുന്നു എന്നുള്ളതിനാൽ മക്കൾക്ക് അവൻ ഏത് തോന്നിവാസത്തിലും നടന്നാലും അത് ലഭിക്കണമെന്നില്ല. ഇങ്ങനെ വഞ്ചനയിലകപ്പെട്ട ചില ആളുകളുണ്ട്. അവർ പറയുന്നത് ഫലാ യദഊനഹു ഹത്താ യുഖല്ലിസു,
ഈ മാതാപിതാക്കൾ ഇവരെന്ത് ചെയ്യില്ല, ഉപേക്ഷിച്ച് കളയുകയില്ല, ഇവരെയും എന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് അവരുടെ വാദം. മാത്രമല്ല കമാ യുഷാഹദു ഫീ ഹദ്റത്തിൽ മുലൂക്ക്, രാജസദസ്സുകളിലെല്ലാം നടക്കുന്നത് പോലെ ഫഇന്നൽ മുലൂക തഹബു ലിഖവാസിഹിം ദുനൂബ അബ്നാഇഹിം വഖാരിബിഹിം, എന്നിട്ട് പറയുകയാണ് രാജാക്കന്മാർ സാധാരണ അവരുടെ പ്രത്യേകപ്പെട്ട ചില ആൾക്കാരുണ്ടാവും, മന്ത്രിമാരും അടുപ്പമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അവരുടെ മക്കളിലോ മറ്റോ ബന്ധുക്കളിലോ എന്തെങ്കിലും തിന്മകളോ മറ്റോ ഒക്കെ സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും, കണ്ണടച്ചു കളഞ്ഞേക്കും, അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാതാപിതാക്കളെ നിമിത്തം അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന വലിയകൾ നിമിത്തം എന്ത് ചെയ്യും, നാം ചെയ്യുന്ന പാപങ്ങളെയെല്ലാം അല്ലാഹു വിട്ടുകളയും എന്നാണ് അവരുടെ ധാരണ. വഇദാ വഖഅ അഹദും മിൻഹും ഫി അംരിൻ മുഫ്ളിഇൻ ഖല്ലസഹു അബൂഹു വജദ്ദുഹു ബിജാഹിഹി വമൻസിലതിഹി, എന്നിട്ട് അവർ വാദിക്കുന്നത് ഇതാണ്, അവരിൽ നിന്ന് ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ, ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ എന്ത് ചെയ്യും, അവരുടെ പിതാക്കന്മാരുടെ അതല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ ജാഹ് കൊണ്ട്, അവരുടെ സ്ഥാനം കൊണ്ട് അവർ ഇവരെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ചതിക്കുഴിയിൽ, ഒരു വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ട് തിന്മകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചില ആളുകൾ. അവരുടെ ബാധ്യതകളൊന്നും അവർ നിറവേറ്റുന്നില്ല, മാത്രമല്ല തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് അവരകപ്പെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയാണ് എന്നാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നു, ومنهم من يغتر بأن الله عز وجل غني عن عذابه. വീണ്ടും ചില ആളുകളുണ്ട്, അവർ വഞ്ചിതരായിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതിനെ തൊട്ട് ഐശ്വര്യവാനാണ്. വഅന്ന അദാബഹു ലാ യസീദു ഫീ മുൽകിഹി ഷൈഅ, അതായത് അല്ലാഹുവിന് മനുഷ്യരെ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, ശിക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൽ നിന്നെല്ലാം അല്ലാഹു ഒരുപാട് ധന്യനാണ്. അവൻ ആരെയെങ്കിലും ശിക്ഷിക്കുകയാണ് എങ്കിൽ അത് അവന്റെ മുൽക്കിൽ, ആധിപത്യത്തിൽ ഒരു വർധനവും ഉണ്ടാക്കുകയില്ല. മാത്രമല്ല വറഹ്മതുഹു ലാ തുൻഖിസു മിൻ മുൽകിഹി ഷൈഅ, അവൻ റഹ്മത്ത് ചെരിയുകയാണ് എങ്കിൽ, നമ്മളോട് കാരുണ്യം കാണിക്കുകയാണെങ്കിൽ അവന്റെ മുൽക്കിൽ നിന്ന് ആ റഹ്മത്ത് എന്ത് ചെയ്യില്ല, ഒന്നിനെയും കുറച്ചു കളയുകയില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യേണ്ടതില്ല, ശിക്ഷിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നു. ഫയഖൂൽ, അവൻ പറയും, അന മുൽതറുൻ ഇലാ റഹ്മതി, ഞാനാകട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അത്യാവശ്യക്കാരനാണ്. വഹുവ അഗ്നൽ അഗ്നിയ, അവനാകട്ടെ ഗനിയകളിൽ ഗനിയാണ്, അവൻ വലിയ ധന്യനായ അവനാണ് അല്ലാഹു. വലൗ അന്ന ഫഖീറൻ മിസ്കീനൻ, എന്നിട്ട് അവൻ ഉദാഹരണം പറയുകയാണ്, ഒരു ഫഖീറായ ഒരു മിസ്കീനായ ഒരു മനുഷ്യൻ, മുൽതറൻ ഇലാ ശർബതി മാഇൻ, അവൻ വെള്ളം കുടിക്കാൻ വളരെയധികം പ്രയാസപ്പെടുകയാണ്, ദാഹം അനുഭവിക്കുകയാണ്. ഇന്ദ മൻ ഫീ ദാരിഹി ഷത്തുൻ യജ്രി, ആരുടെ അടുക്കല്, ഒരു മനുഷ്യന്റെ അടുക്കല്, അവന്റെ വീടിന്റെ അടുക്കൽ, അവന്റെ വീടിന്റെ ചേർന്ന് തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യക്കാരനായ ഒരു മിസ്കീൻ, ഒരു ഫഖീർ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ലമാ മനഅഹു മിൻഹ, ആ മനുഷ്യൻ അവനെ തടയുമോ? ഒരു നദിയിലൂടെ ധാരാളം ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ വീടിന്റെ അരികിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ വന്നിട്ട് ഒരാള് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അതിന് ആ മനുഷ്യൻ തടയുമോ? തടയുകയില്ല. എന്നതുപോലെ ഫല്ലാഹു അക്റമു വ ഔസ, അല്ലാഹുവാകട്ടെ ധാരാളം, അതിനേക്കാളെല്ലാം വിശാലമായി കൊണ്ട് ഔദാര്യം ചെയ്യുന്നവനാണ്. ഫൽമഗ്ഫിറതു ലാ തുൻഖിസുഹു ഷൈഅ, അവൻ നമുക്ക് മഗ്ഫിറത്ത് ചെയ്തു തന്നാൽ, പാപം പുറത്തു തന്നാൽ അത് അവനിൽ നിന്ന്, അവന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും തന്നെ കുറച്ചു കളയുകയില്ല. വൽ ഉഖൂബതു ലാ തസീദു ഫീ മുൽകിഹി ഷൈഅ, ഇനി അവൻ നമ്മെ ശിക്ഷിക്കുകയാണ് എങ്കിലോ അവന്റെ ആ ശിക്ഷ അവന്റെ ആധിപത്യത്തിൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കുമോ? അതുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ശിക്ഷിക്കേണ്ടതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മുൽത്തറുകളാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, മിസ്കീന്മാരാണ്, ഫുഖറാക്കളാണ്, നാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹു അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് വിട്ടുവീഴ്ച തരും, പുറത്തു തരും എന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്നവരുണ്ട്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് എന്തിനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? അവനോട് വിട്ടുവീഴ്ച ചോദിക്കാനും നന്മകളിൽ മുന്നേറാനും വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് തിന്മകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം വിശദീകരിച്ചു തരുന്നത്. എന്നാൽ ഈ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. വീണ്ടും ഇമാം പറയുന്നു, വമിൻഹും മൻ യഗ്തറു ബിഫഹ്മിൻ ഫാസിദിൻ, വേറെ ചില ആളുകൾ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്, ചില മോശപ്പെട്ട ഗ്രഹിക്കൽ നിമിത്തം. പരിശുദ്ധ ഖുർആനിലെയും
ഹുവ വഅദ്റാബുഹു മിൻ നുസൂസിൽ ഖുർആനി വസുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ളതായ ചില ഉദ്ധരണികൾ അതിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്നത് മുഖേന അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഫത്തക്കലു അലൈ, അതിനെ ആയാത്തുകളെ ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുകയും എന്നിട്ട് അതിലെന്ത് ചെയ്യുന്നു, അവലംബിച്ചുകൊണ്ട് വഞ്ചിക്കപ്പെട്ടവരായ നിലയിൽ അവര് കഴിഞ്ഞുകൂടുകയാണ്. ഏതുപോലെ കത്തിക്കാലി ബഅദിഹിം അലാ ഖൗലിഹി തആല, ചില ആളുകൾ അള്ളാഹുവിന്റെ ഈ വാക്യത്തിൽ അവലംബിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഏതാണ് വാക്യം? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്നുള്ളതായ വാക്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്. എന്താണ്? വലസൗഫ യുഅതീക റബ്ബുക, തീർച്ചയായും താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകും. അങ്ങനെ ഫതർലാ, താങ്കൾ തൃപ്തിയടയും. താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യും? റബ്ബ് സ്വീകരിക്കും, റബ്ബ് പൂർത്തീകരിച്ചു തരും. അങ്ങനെ താങ്കൾ പൂർണ്ണമായി സംതൃപ്തി അടഞ്ഞവനായി തീരും എന്നുള്ള വാക്യത്തെ തെറ്റായി മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ അതിനവലംബിച്ച് ജീവിക്കുകയാണ്. അവൻ പറയും വഹുവ ലാ യർലാ അൻ യകൂന ഫിന്നാരി അഹദും മിൻ ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൃപ്തി അടയുകയില്ല. തന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും നരകത്തിൽ പോകുന്നതിന് ഒരിക്കലും ആർക്ക് സഹിക്കാൻ പറ്റൂല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് വലിയ റഹ്മത്തുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, അവരോട് വലിയ ദയാലുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ തൃപ്തിപ്പെടുകയില്ല തന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന്. അള്ളാഹു ആണെങ്കിൽ എന്തു പറഞ്ഞിട്ടുമുണ്ട്? താങ്കളെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ അള്ളാഹു താങ്കൾക്ക് തരുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, പാപങ്ങൾ അത്രയും ചെയ്യാം എന്നുള്ളതായ വാദം വച്ചു പുലർത്തുന്ന ചില ആളുകളുണ്ട്. വഹാദാ മിൻ അഖ്ബഹിൽ ജഹൽ, ഇത് വളരെ മോശപ്പെട്ട അവിവേകമായ കാര്യമാണ്. വഅബിയനിൽ കദിബി അലൈ, മാത്രമല്ല അള്ളാഹുവിന്റെ പേരിൽ ഉള്ള വ്യക്തമായ കളവുമാണ്, ഏറ്റവും വ്യക്തമായ കളവുമാണിത്. ഫഇന്നഹു യർദാ ബിമാ യർദാ ബിഹി റബ്ബുഹു അസ്സ വജല്ല, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെയാണോ റബ്ബ് തൃപ്തിപ്പെടുന്നത് അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെടുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തി എന്താണോ അത് തന്നെയായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തി. വല്ലാഹു തആല യുർളീഹി തഅദീബുൽ ളലമ വൽ ഫസഖ വൽ ഖവന വൽ മുസില്ലീന അലൽ കബായിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമകാരികളായ ആളുകളെ ശിക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ തെമ്മാടിത്തത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ, വഞ്ചകരായ ആളുകളെ, പാപത്തിൽ വലിയ വൻപാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുത്തും. അള്ളാഹുവിന്റെ തൃപ്തിയാണത്, അള്ളാഹുവിന്റെ നീതിയാണത്. തിന്മ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തി അതാണ്. അത് തന്നെയായിരിക്കും ആരുടെയും തൃപ്തി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി. ഫഹാഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യർദാ ബിമാ യർദാ ബിഹി റബ്ബുഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള ഒരു കാര്യത്തെ തൃപ്തിപ്പെടാതിരിക്കുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദൂരത്തിലാണ്, എത്ര പരിശുദ്ധരാണ്. അള്ളാഹു ഒരു കാര്യത്തിൽ തൃപ്തിപ്പെടുന്നു, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെത്ര വിചിത്രമായ വാദമാണ്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ തൃപ്തി എന്താണോ അത് തന്നെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി. ഖിയാമത്ത് നാളിൽ ഹൗലിലേക്ക് വരുന്ന ചില ആളുകളെ തടുത്തു നിർത്തപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, അത് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, അപ്പൊ നബിക്ക് തന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഹൗലിൽ നിന്ന് കോരിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്തവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ദീനിലേക്ക് പല ബിദ്അത്തുകളും പുതിയ ആചാരങ്ങളും പുതിയ വിശ്വാസങ്ങൾ നിർമ്മിച്ച ആളുകളാണ് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം, എന്താണോ അള്ളാഹുവിന്റെ തൃപ്തി ആ തൃപ്തി മാത്രമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിൽ നിന്ന് ആരും നരകത്തിൽ പോകുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതിന്റെ കെയർ ഓഫിൽ നമ്മളെല്ലാം എന്ത് ചെയ്യും?
നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് അവരുടെ തെറ്റായ ബോധ്യമാണ്, അവരുടെ ജഹലിൽപ്പെട്ടതാണ് എന്ന് ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. അതേ പ്രകാരം തന്നെ വത്തിക്കാലി ബഅദിഹിം അലാ ഖൗലിഹി തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. വേറെ ചില ആളുകൾ അകപ്പെട്ടിരിക്കുന്ന കുഴി, അവരുടെ ചതിക്കുഴി, അവർ അല്ലാഹുവിന്റെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതായ വാക്യത്തെ അവലംബിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. എല്ലാവിധ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, എന്നോട് പാപമോചനം ചോദിക്ക്, എല്ലാവിധ പാപങ്ങളും ഷിർക്ക് തന്നെയാണെങ്കിൽ പോലും ഞാൻ പുറത്തു തരും എന്നോട് പാപമോചനം ചോദിച്ചാൽ എന്ന ഒരു ഖൈദ് അവിടെ ഉണ്ട്. എന്നോട് പാപമോചനം ചോദിച്ചാൽ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്നുള്ളതായ ഈ ഭാഗത്തെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ തെറ്റായി മനസ്സിലാക്കുകയാണ്. അള്ളാഹു എല്ലാവിധ പാപങ്ങളും പുറത്തു തരുന്നവനാണ്, അതുകൊണ്ട് തൗബ ചെയ്യേണ്ടതില്ല, അതായത് ചെയ്യുന്ന പാപത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതില്ല, മടങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല, പാപങ്ങൾ എത്ര ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹു പുറത്തു തരും എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇമാം അവറുകൾ പറഞ്ഞു വഹാദ അയ്ളൻ മിൻ അഖ്ബഹിൽ ജഹൽ, ഇതും വളരെ മോശപ്പെട്ട അവരുടെ അവിവേകത്തിന്റെ തെളിവാണ്. ഫഇന്ന ശിർക ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്ത് പ്രകാരം ഷിർക്കും അതിൽപ്പെടുമെന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു അദ്ദുനൂബ ജമീഅ എന്നുള്ള ഈ ആയത്തിന്റെ തഹത്തിൽ എന്തും പെടും, ഷിർക്കും പെടും. ഷിർക്കും അല്ലാഹു പുറത്തു തരുമെന്നാണ്. എപ്പോ മാത്രം? തൗബ ചെയ്യുകയാണ് എങ്കിൽ മാത്രം. ആയത്ത് ഇപ്രകാരമാണ്. ഖുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അതിക്രമം കാണിച്ചിരിക്കുന്നതായ എന്റെ അടിമകളെ, ഇന്നല്ലാഹ ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുതേ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്നുള്ളതിനെ സംബന്ധിച്ച്, റഹ്മത്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഏത് പാപമാകട്ടെ അള്ളാഹു പുറത്തു തരുന്നതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് പാപം ചെയ്തവരാകട്ടെ നിങ്ങൾ നിരാശപ്പെടാതെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം, എങ്കിൽ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതിൽ. പക്ഷേ ഇവരുടെ വാദം എന്താണ്? പാപങ്ങള് ഏതും ചെയ്യാം, ചെയ്തുകൊണ്ടേയിരിക്കാം, അള്ളാഹു പുറത്തു തരും എന്നുള്ളതായ വാദക്കാരാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫഇന്ന ശിർക ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയ, കാരണം ഫഇന്നഹു റഅസു ദുനൂബി വഅസാസുഹ, പാപങ്ങളുടെ ഏറ്റവും തലയിലുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാപം എന്നുള്ളത് ഷിർക്കാണ്. അതുകൊണ്ട് ഷിർക്കും അള്ളാഹു പുറത്തു തരും എങ്ങനെയാണെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പേ അവൻ എന്ത് ചെയ്താൽ മതി? തൗബ ചെയ്ത് മടങ്ങണം എന്നുള്ളതേ ഉള്ളൂ. വലാ ഖിലാഫ അന്ന ഹാദിഹിൽ ആയത ഫീ ഹഖ് തൈബീൻ, തൗബ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പരാമർശിച്ചത് എന്നുള്ളതിൽ എന്തില്ല? സംശയമില്ല. ഇവിടെ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവർക്ക് ഏത് പാപമാകട്ടെ അത് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതിൽ യാതൊരു ഉലമാക്കൾക്കും യാതൊരുവിധ സംശയങ്ങളുമില്ല, ഖിലാഫുമില്ല. ഫഇന്നഹു യഗ്ഫിറു ദംബ കുല്ലി തായിബിൻ മിൻ അയ്യി ദംബിൻ കാന, ഏത് തൗബ ചെയ്യുന്നവനാകട്ടെ, ഏത് പാപം ചെയ്തവനാകട്ടെ, അവനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപത്തെ പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. വലൗ കാനത്തിൽ ആയതു ഫീ ഹഖ് ഗൈരി തായിബീൻ, അതല്ല ഇത് തൗബ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയപ്പെട്ടതായിരുന്നില്ലെങ്കിൽ, വലൗ കാനത്തിൽ ആയതു ഫീ ഹഖ് ഗൈരി തായിബീൻ, തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്നല്ല ഇതുകൊണ്ട് പറഞ്ഞത് എങ്കിൽ, ലബത്തലത്തു നുസൂസുൽ വഈദി കുല്ലുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളിലുള്ള താക്കീതുകൾ അതെല്ലാം ബാത്തിലായി പോകുമായിരുന്നു. വഅഹാദീസു ഇഖ്റാജി ഖൗമിൻ മിനൽ മുവഹ്ഹിദീന മിനൻ നാരി ബിശ്ശഫാഅ, ഷഫാഅത്ത് കൊണ്ട് നരകത്തിൽ അകപ്പെട്ടിരിക്കുന്നതായ മുവഹ്ഹിദീങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ളതായ ഹദീസുകളുമെല്ലാം ബാത്തിലാണ് എന്ന് പറയേണ്ടി വരുമായിരുന്നു എന്ന് ഇമാം അവറുകൾ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ്. വഹാദ ഇന്നമാ അതാ സ്വാഹിബുഹു മിൻ ഖില്ലത്തി ഇൽമിഹി വ ഫഹ്മി, ഈ ഒരു ആയത്ത് കൊണ്ടുവന്നിരിക്കുന്നയാള് യഥാർത്ഥത്തിൽ അവന്റെ ഇൽമിന്റെ, അവൻ മനസ്സിലാക്കിയതിന്റെ കുറവ് നിമിത്തമാണ് അവൻ ഈ ആയത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫഇന്നഹു സുബ്ഹാനഹു ഹുനാ ഹാ ഹുനാ അമ്മമ വഅത്ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
ഉമൂമാക്കി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏത് പാപങ്ങളാകട്ടെ എന്ത് ചെയ്യും? പുറത്തു തരും. അങ്ങനെ പാപങ്ങളെ മുഴുവൻ ആമ്മായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പൊതുവായിട്ട് മുഴുവനായിട്ട് ആമ്മാക്കി പറഞ്ഞിരിക്കുകയാണ്. വഅതുലക, അതേ പ്രകാരം തന്നെ മുത്തലക്കൻ ആയിട്ട് നിരുപാധികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പുറത്തു കൊടുക്കുമെന്നുള്ളതിന്. പാപങ്ങൾ ഏതും ചെയ്താലും എന്ത് ചെയ്യും? നിരുപാധികം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തലക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് തൗബ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. തായിബീങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്, അറിയപ്പെട്ടതാണ്. എന്നാൽ സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസ്സസ വഖയ്യദ, അവിടെ പാപങ്ങളെ ഖാസാക്കി പറയുന്നുണ്ട്. ഇവിടെ ഏത് പാപവും എന്ന് പറഞ്ഞപ്പോ ചില പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന് ഖാസാക്കി പറയുന്നുണ്ട്. അതേപ്രകാരം കൈദ് പറയുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുന്നതിനുള്ള കൈദ് ചില നിബന്ധനകളും പറയുന്നുണ്ട്. ഏതാണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിന് അവൻ പുറത്തു കൊടുക്കുകയില്ല. ഇവിടെ ശിർക്ക് എന്നുള്ളതായ പാപത്തെ അള്ളാഹു ഖാസാക്കി പറഞ്ഞു. ആ പാപത്തെ എന്ത് ചെയ്യൂല? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ പുറത്തു കൊടുക്കുന്നതിന് എന്താണ്? ശിർക്കല്ലാത്തതായിരിക്കണം എന്നുള്ളതായ ഖൈദും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫഅഖബറ സുബ്ഹാനഹു അന്നഹു ലാ യഗ്ഫിറു ശിർക്ക്, അപ്പൊ അള്ളാഹു അറിയിക്കുന്നത് എന്താണ്? ശിർക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. വഅഖബറ അന്നഹു യഗ്ഫിറു മാ ദൂന, അതല്ലാത്തതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. വലൗ കാന ഹാദാ ഫി ഹഖ്ഖി തായിബി ലം യുഫർരിഖ് ബൈന അശ്ശിർകി വഗൈരിഹി, ഇപ്പൊ ഈ പറഞ്ഞ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാത്ത മരണപ്പെട്ടതിന് ശേഷം ഉള്ള ആളുകളെയും എന്ത് ചെയ്യും? അവർക്കും അവൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, അവന്റെ ഇച്ഛയുണ്ട് എങ്കിൽ അവർക്ക് പാപമോചനം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷിർക്കിനെയും അതല്ലാത്തതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർപെടുത്തി പറഞ്ഞത് എന്നാണ് ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു പാപങ്ങളെ മുഴുവനും പുറത്തു തരും എന്ന ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് പാപങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ആളുകളെയും ഇമാം അവറുകൾ തിരുത്തുകയാണ്. ഈ ആയത്തും കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? അടിമകൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം, തൗബ ചെയ്യണം, അവരുടെ തിന്മകളിൽ നിന്ന് അവർ പിന്തിരിയണം, അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർ അതെന്ത് ചെയ്തു? തിന്മകൾ ചെയ്യാനുള്ളതായ ന്യായമായിട്ട് അതിനെ കൊണ്ടുവന്നിരിക്കുന്നു. അത് തെറ്റായ അവരുടെ ധാരണയാണ് എന്നാണ് ഇമാം അവറുകൾ വിശദീകരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, വേറെ ചില ജാഹിലീങ്ങളായ ആളുകൾ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്. ഏത് വാക്യം കൊണ്ട്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്തായ ആയത്തിനെ കൊണ്ട്. ഈ ആയത്ത് പ്രകാരം അവരുടെ വാദം തിന്മകൾ എന്തും ചെയ്യാം, അള്ളാഹു ധാരാളം ഔദാര്യവാനാണ് എന്നാണ് അവരുടെ ധാര്യം. അള്ളാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക അൽ കരീം, കരീമായ ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്താണ്? അതായത് നിന്റെ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ വഹദാനിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് അവന് ത്വാഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാതിരിക്കാൻ ഭാഗത്തിന് നിന്റെ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്ന കാര്യം ഏതാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പക്ഷെ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവന് പറയും, ഈ ചോദ്യം ചോദിക്കുമ്പോ മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്ന് ചോദിക്കുമ്പോ ഫയഖൂൽ, അവൻ പറയും കർറമഹു, അള്ളാഹു അവനെ ആദരിച്ചിരിക്കുകയാണ്, അള്ളാഹു അവന് ധാരാളം ഔദാര്യം കൊടുക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോ നീ എന്ത് ചെയ്തോ? വഖദ് യഖൂലു ബഅദുഹും ഇന്നഹു ലഖനൽ മുഗ്തറ ഹുജ്ജത, അവരുടെ വാദം ഇതാണ്. ഈ ആയത്ത് പ്രകാരം തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഹുജ്ജത്തിട്ട് കൊടുത്തിരിക്കുകയാണ്, തെളിവ് കൊടുത്തിരിക്കുകയാണ് തിന്മ ചെയ്യാൻ എന്നാണ് അവർ വാദിക്കുന്നത്. നിങ്ങൾ തിന്മ എത്രയോ ചെയ്തുകൊള്ളൂ, അള്ളാഹു എന്താണ്? ഉദാരനാണ് എന്നാണ് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവർ മനസ്സിലാക്കുന്നത്. വഹാദ ജഹ്ലുൻ ഖബീഹുൻ, ഇത് വളരെ ഖബീഹായ മോശപ്പെട്ട അജ്ഞതയാണിത്. വഇന്നമാ ഗർറഹു ബിറബ്ബിഹിൽ ഗറൂർ, എന്നാൽ യഥാർത്ഥത്തിൽ അവനെ വഞ്ചിച്ചിരിക്കുന്നത് പിശാചാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്
നിർബന്ധ ബാധ്യതകളിൽ നിന്ന് മാറി നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ പിശാചാണ്. യഥാർത്ഥത്തിൽ ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പിശാചിന്റെ അപകടത്തിലാണ്. ഓഹുവ ഷൈത്വാൻ, അവൻ ഷൈത്വാനാണ് ഈ വഞ്ചകൻ. വനഫ്സുഹുൽ അമ്മാറതു ബിസ്സൂ, തിന്മ കൊണ്ട് കൽപ്പിക്കുന്ന അവന്റെ മോശപ്പെട്ട നഫ്സുമാണ് അവനെ ഈ വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുന്നത്. വജഹുലുഹു വഹവാ, മാത്രമല്ല അവന്റെ അജ്ഞതയും അവന്റെ തന്നിഷ്ടങ്ങളും ഇച്ഛകളുമാണ് യഥാർത്ഥത്തിൽ അവനെ വഞ്ചിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? കരീമായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചതാരാണ് മനുഷ്യ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്താണ് അർത്ഥം? വഹുവ സയ്യിദു ശദീദുൽ അദീമുൽ മുതാ അല്ലദീ ലാ യൻബഗിൽ ഇഗ്തിറാറു ബിഹി വലാ ഇഹ്മാലു ഹഖി എന്നുള്ളതാണ്. അതായത് അവൻ വളരെ ശക്തനായ, മഹത്വമേറിയ, അനുസരിക്കപ്പെടേണ്ട നിന്റെ ഉടമസ്ഥനാണ്, നിന്റെ യജമാനനാണ് അവൻ. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഒരു രീതിയിലും നീ വഞ്ചനയിലകപ്പെട്ടു പോകരുത്. അവന് കൊടുക്കേണ്ടതായ ബാധ്യതകൾ ശരിയായ നിലയിൽ നിർവഹിക്കാതെ അതിൽ അലംഭാവമുള്ളവനായി മാറരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഇത് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വഞ്ചകനായ പിശാച് അതിനെ അതല്ലാത്ത മൗലിയിൽ, അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഏതൊന്നുകൊണ്ട് അവൻ വഞ്ചനയിൽ അകപ്പെട്ടുകൂടാമോ അതിൽ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കരീമായ, ഔദാര്യവാനായ റബ്ബിന്റെ കാര്യത്തിൽ നീ വഞ്ചനയിലകപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു ധാരാളം ഉദാരനാണ്, ധാരാളം നന്മ ചെയ്തു തരുന്നവനാണ്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുന്നവനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റബ്ബിനോട് എന്ത് ചെയ്യാൻ, അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം മനുഷ്യന്റെ ഇടയിലുള്ള ബന്ധങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ധാരാളം ഔദാര്യം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരാളും മറ്റൊരാൾക്ക് ധാരാളം നന്മ ചെയ്തു കൊടുക്കലുണ്ട്, ധാരാളം ഉദാരത കാണിക്കലുണ്ട്. അങ്ങനെ ഉദാരത കാണിക്കപ്പെടുന്ന ആ മനുഷ്യൻ അവനോട് ഉദാരത ചെയ്യുന്നയാളോട് കടുത്ത അക്രമം കാണിച്ചാൽ അവൻ കഠിനമായിട്ട് അവനോട് കോപിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം കറമ് നിങ്ങളോട് കാണിച്ചിട്ട്, നിങ്ങളെ ഇക്റാമ് ചെയ്തിട്ട്, നിങ്ങളെ ബഹുമാനിച്ചിട്ട്, നിങ്ങളെ ആദരിച്ചിട്ട്, നിങ്ങൾക്ക് നന്മകൾ ചെയ്തു തന്നിട്ട് അവനെ ധിക്കരിക്കാതെ അവന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കേണ്ടതിന് പകരം നിങ്ങൾ തിന്മയിൽ അകപ്പെടുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഇഖാബ് അതികഠിനമായിരിക്കും എന്നതാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് വിരുദ്ധമായി കൊണ്ട് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിക്കൊണ്ട് അവൻ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നരകത്തിന്റെ കാര്യത്തിലും ചില ആളുകൾ വഞ്ചനയിലകപ്പെട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹു പറയുന്നു? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, പരാജയപ്പെട്ട ആളുകളല്ലാതെ ആ നരകത്തിൽ കിടന്നെരിയുകയില്ല. അല്ലദീ കദ്ദബ വതവല്ല, അവൻ ആരാണ്? തള്ളിക്കളഞ്ഞവനാണ്. അള്ളാഹുവിനെ തള്ളിക്കളയുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവനാണ് എന്ത് ചെയ്യുന്നത്? നരകത്തിൽ കിടന്ന് എരിയുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിനെ തള്ളിക്കളയുന്നില്ല, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പിന്തിരിഞ്ഞു കളയുന്നില്ല എന്നാണ് അവന്റെ വാദം. അതേ പ്രകാരം വഖൗലുഹു ഉഇദ്ദത് ലിൽ കാഫിരീൻ, ആ നരകം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള വാദം. കാഫിരീങ്ങൾക്കാണല്ലോ നരകത്തെ, ഞാൻ മുഅ്മിനാണല്ലോ, എനിക്ക് നരകത്തിൽ പോകേണ്ടി വരികയില്ല എന്നുള്ള ആയത്തും അവനെ വഞ്ചിച്ചിരിക്കുകയാണ്. വലം യദ്രി ഹാദൽ മുഖ്തറു അന്ന ഖൗലഹു, ഈ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യന് അറിയില്ല. ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ളതായ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഫഅൻദർതുകും നാറൻ തലവ്വാ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നു? നാറൻ തലവ്വാ, കത്തിയാളുന്നതായ, തലവ്വയ എന്ന പ്രത്യേകമായ നരകത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ജഹന്നമിന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്, തട്ടുകളുണ്ട്. ആ വ്യത്യസ്ത തട്ടുകളിൽപ്പെട്ട ഒരു പ്രത്യേകമായ തട്ടിനെ സംബന്ധിച്ചാണെന്ത് ഈ നാറുൻ തലവ്വ എന്ന് പറഞ്ഞത്, കത്തിയെരിയുന്നതായ ഈ നരകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. വലൗ കാനത് ജമീഅ ജഹന്നമ ഫഹുവ സുബ്ഹാനഹു ലം യഖുൽ ലം യദ്ഖുലുഹാ, മുഴുവൻ നരകത്തെയും സംബന്ധിച്ചല്ല അത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ
നബി അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടില്ല ലാ യദ്ഖുലുഹ, അവൻ അതിൽ പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? അവൻ നാറുൻ തലവ്വയിൽ കിടന്ന് എരിയുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ നാറുൻ തലവ്വ എന്നുള്ളത് എന്താണ്? പ്രത്യേകമായ ഒരു ഇനം നരകത്തിന്റെ ജഹന്നമിന്റെ തട്ടുകളിൽപ്പെട്ട ഒരു തട്ടാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക, അതിൽ കിടന്ന് എരിയുന്നവൻ ആരായിരിക്കും? ആ കത്തിജ്വലിക്കുന്ന തീയിൽ കിടന്ന് എരിയുന്നവൻ അഷ്കയായ മനുഷ്യനായിരിക്കും, പരാജയപ്പെട്ട മനുഷ്യനായിരിക്കും. വലാ യൽസമു മിൻ ആദമി സ്വൽഹിഹാ അദ്മു ദുഖൂലിഹ, അതിൽ കിടന്ന് എരിഞ്ഞിട്ടില്ല എന്നുള്ളതിനാൽ അതിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥം കിട്ടൂല. അതിൽ ഈ നാറൻ തലവ്വയിൽ കിടന്ന ഒരാൾ എരിഞ്ഞിട്ടില്ല എന്നുള്ളതിനാൽ നരകത്തിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ള അർത്ഥം ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. മാത്രമല്ല ഫഇന്ന സിൽയ അഖസ്സു മിനദ് ദുഖൂൽ, ഈ നരകത്തിൽ നാറുൻ തലവ്വയിൽ കിടന്നിട്ട് എരിയുക എന്നുള്ളത് പ്രവേശിക്കുന്നതിൽ നിന്ന് അഹസായ ഒരു കാര്യമാണ്. പ്രവേശിക്കുക, അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുക? ഈ നാറുൻ തലവ്വയിൽ കിടന്ന് എരിയുക എന്നുള്ളത് അതിനേക്കാൾ ഹാസായ കാര്യമാണ്, പ്രത്യേകമായ കാര്യമാണ്. വനഫിയുൽ അഖസ്സി ലാ യസ്തൽസിമു നഫിൽ ആം, ഈ ഹാസായ ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവേശിക്കുകയില്ല എന്നർത്ഥം കിട്ടൂല. ആമായ പ്രവേശിക്കുക എന്നുള്ള കാര്യം ഉണ്ടാവുകയില്ല എന്നുള്ള അർത്ഥം അതിനില്ല. അവൻ എന്ത് ചെയ്യും? പ്രവേശിക്കും. പക്ഷെ ഈ പറഞ്ഞ പ്രത്യേകമായ ഇനത്തിൽ എന്ത് ചെയ്യൂല? അവൻ പെടുകയില്ല എന്നുള്ളത് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. മാത്രമല്ല ഒന്നുകൂടി ഇമാം അവർ വിശേഷിപ്പിക്കുന്നു ثم ان هذا المغتر لو تأمل الآية التي بعدها, അതിനുശേഷമുള്ളതായ ആയത്തിനെ സംബന്ധിച്ച് ഈ വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ലഅലിമ അന്നഹു ഗൈറു ദാഖിലിൻ ഫീഹാ, അവൻ ഇതിൽ പെടുമായിരുന്നില്ല. ഈ ശേഷം വന്നിരിക്കുന്നതായ ആയത്തിൽ അവൻ പെടുകയില്ല എന്നുള്ളത് അവന് ബോധ്യപ്പെടും. അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, വസയുജന്നബുഹൽ അത്ഖാ, ഈ നാറുൻ തലവ്വയിൽ നിന്ന് എന്ത് ചെയ്യും? തഖ്വയുള്ള ആളുകളെ അകറ്റി നിർത്തപ്പെടും എന്നാണ് ശേഷം പറയുന്നത്. അപ്പൊ തഖ്വയുള്ളവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയുള്ളൂ. അപ്പൊ ഇവൻ തഖ്വയുള്ളവനാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതുണ്ട്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന തഖ്വയുള്ള ആളുകളെയാണ് നാറുൻ തലവ്വയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയുന്നത്. അപ്പൊ ഈ മുത്തഖീങ്ങളിൽ ഇവനെ പെടുമോ? ഇവൻ പറയുന്ന പാപങ്ങൾ ചെയ്യാമെന്നാണല്ലോ. അപ്പൊ ഈ മുത്തഖീങ്ങളിൽ അവൻ പെടുകയില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ശേഷം പറഞ്ഞ ആയത്തിനെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫലാ യകൂനു മദ്മൂനൻ ലഹു അൻ യുജന്നബഹ, അതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നതായ ആളുകളിൽ ഇവൻ പെടുകയില്ല എന്നുള്ളത് അവന് മനസ്സിലാക്കാമായിരുന്നു എന്ന്. അപ്പോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ധാരാളം ആളുകൾ പെട്ടിരിക്കുന്ന ഒരു വഞ്ചനയാണ്. യഥാർത്ഥത്തിൽ തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധമില്ലാത്തതല്ല മനുഷ്യന്റെ പ്രശ്നം. തിന്മ ചെയ്യുന്നത് പാടില്ല, ശിർക്ക് പാടില്ല, കുഫർ പാടില്ല, പലിശ പാടില്ല, അതല്ലെങ്കിൽ മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മനുഷ്യന് ബോധമുണ്ട്, ഈ ബോധം അവനുണ്ട്. പക്ഷേ അവനെ ഇതുപോലുള്ളതായ ചില ധാരണകൾ അവനെ വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വഞ്ചനയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ മോചനം നേടേണ്ടതുണ്ട്. ഈ ഒരു ചതിക്കുഴികളാണ് അധിക ജനങ്ങളെയും യഥാർത്ഥത്തിൽ പാപങ്ങളിൽ സ്ഥിരമായി തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു ചതിക്കുഴിയാണ് എന്നാണ് ഇമാം അവറുകൾ പറയുന്നത്. അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്ങാനും ഒരു തിന്മയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റെ മനസ്സിൽ ഖേദമുണ്ടാകണം. അതിലേക്ക് ഇനി ഞാൻ പോവുകയില്ല എന്നുള്ള ഉറച്ച ധാരണ, തീരുമാനം അവൻ എടുക്കണം. എന്നിട്ട് ആ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അവൻ മാറി നിൽക്കണം. അതല്ലാതെ പാപം എത്രയും ചെയ്യാം, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നുള്ള ധാരണ മനുഷ്യനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കാരണം അവന് ബോധമുണ്ട്. അറിവുള്ളയാള് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ആ തിന്മയിൽ അകപ്പെട്ട് അതിൽ മുഴുകി ജീവിക്കുക എന്നുള്ളത് കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ തിന്മകളിൽ നിന്ന് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന വ്യക്തിക്കുള്ള മറുപടിയാണല്ലോ ഇത്. ആ ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ്? അവൻ ചെയ്യുന്ന ഈ തിന്മ അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാണെന്നുള്ള ബോധം അവനുണ്ടെന്നാണ് ചോദ്യകർത്താവ് ഇമാമിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം അവർകൾ അദ്ദേഹത്തിന് ഈ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. കാര്യങ്ങൾ ബോധമുണ്ടായിരിക്കെ
അവൻ അകപ്പെട്ടിരിക്കുന്ന ഈ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഇതുപോലുള്ളതായ ആയാത്തുകളെ യഥാരീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇനിയും ഇതുപോലുള്ള ചില ശുബ്ഹാത്തുകളെ സംബന്ധിച്ചും അതിന്റെ മറുപടിയും ഇമാം അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക.